നമസ്കാരം. ചിൽഡ്രൻസ് ഹോമിലെ ആൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ പീഡന പരാതി നൽകി സഹപ്രവർത്തകനെ ജയിലിലാക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസെടുത്തു. വനിതാ ശിശുവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് സ്വദേശിക്കെതിരെയാണ് ശിശുവികസന വകുപ്പിന്റെ ഇടപെടലിൽ പോലീസ് കേസെടുത്തത്. നേരത്തെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോം കോർഡിനേറ്ററായിരുന്ന ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി സൂചനയുണ്ടെങ്കിലും കസബ പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് സ്ഥിരീകരിച്ചില്ല. 10 മാസം മുൻപാണ് ഇയാളുടെ ഗൂഢാലോചന പ്രകാരം നൽകിയ വ്യാജ പരാതിയിൽ സഹപ്രവർത്തകനെ പോക്സോ കേസിൽ ജയിലിലടച്ചത്. ഈ ഉദ്യോഗസ്ഥൻ നേരത്തെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ ജോലി ചെയ്യവെയാണ് ഇവിടുത്തെ കുട്ടിയെ ഉപയോഗിച്ച് വ്യാജ പരാതി നൽകി സഹപ്രവർത്തകനെ പോക്സോ കേസിൽ കുടുക്കിയതെന്നാണ് കസബ പോലീസ് പറയുന്നത്. സഹപ്രവർത്തകനെതിരെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പീഡന പരാതി നൽകുകയായിരുന്നു. ഇതിൽ അന്നത്തെ കസബ ഇൻസ്പെക്ടർ പ്രാഥമിക അന്വേഷണം നടത്തി കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപ്രവർത്തകനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് CWCക്ക് കൈമാറി. ഇത് പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തുകയും പ്രതിയെ 68 ദിവസത്തിന് ശേഷം കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ കോർഡിനേറ്റർക്ക് വനിതാ ശിശുവികസന വകുപ്പിൽ ജോലി ലഭിച്ച് മറ്റൊരു ജില്ലയിലേക്ക് പോകുകയായിരുന്നു. കുട്ടിയെ ദുരുപയോഗം ചെയ്ത് സഹപ്രവർത്തകനെ ജയിലിലടച്ച ഉദ്യോഗസ്ഥനെതിരെ കഴിഞ്ഞ മാർച്ചിലാണ് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചത്.